ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ശകലം പച്ച ചക്ക അരിഞ്ഞു വെച്ചിരിക്കുക. ഇത് ചക്കക്കുരു പച്ച ചക്ക പുഴുക്ക് വെക്കാൻ അരിഞ്ഞു വെച്ചിരിക്കുക. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഡയബറ്റീസിന് വളരെ നല്ലതാണ് പച്ച ചക്ക പുഴുക്ക് വെച്ച് കഴിക്കുന്നത്. ഇത് എൻ്റെ അനുഭവമാണ്. ഞാൻ 10 വർഷമായിട്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടുമില്ല. ഞാൻ പിന്നെ വേറെ ഒരു സാധനം കാണിച്ചായിരുന്നല്ലോ, സ്റ്റീൽ കട്ട് ഓട്സ്. പിന്നെ സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കാറുണ്ട്. പിന്നെ പല പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഓർത്തെടുത്ത് പറഞ്ഞു തരാം. ചക്ക എടുത്തത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ കേട്ടു. അതിനുള്ള അരപ്പിന് തേങ്ങായ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുത്ത് വെറുതെ ഒന്ന് അരച്ചാൽ മതി, വെള്ളം ഒഴിക്കണ്ട. ഇടയ്ക്ക് വെക്കുക. ചക്കപ്പുഴുക്ക് റെഡിയായി. ഞാൻ ശകലം തൈരും കൂട്ടിയാണ് കഴിക്കുന്നത്, ചക്കപ്പുഴുക്കും തൈരും. ഡയബറ്റീസ് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് ചക്കപ്പുഴുക്ക്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് 10 വർഷത്തോളമായി ഡയബറ്റീസ് ചെറുതായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഡയബറ്റീസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡയബറ്റീസ് നിയന്ത്രിക്കാൻ പറ്റുന്ന വേറെ ഒരു ഭക്ഷണമാണ് മുതിര, റാഗി, ഉഴുന്ന്, ഉലുവ. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാറ്റർ ഉണ്ടാക്കുന്നത് പോലെ ഇത് ഇട്ടരച്ച് ദോശ ഉണ്ടാക്കി കഴിച്ചാൽ ഡയബറ്റീസ് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. മുതിര ഏറ്റവും നല്ല സാധനമാണ്. മുതിരയും അതെ, റാഗിയും അതെ. ഇങ്ങനെ ഡയബറ്റീസ് നിയന്ത്രിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതൊക്കെ ഇട്ട് തരാം. കാണുന്നുണ്ട് കുറച്ച് പേരൊക്കെ. ഡയബറ്റീസ് നിയന്ത്രിക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ചോറ് വളരെ കുറച്ച് കഴിക്കുക. ഇത് കാഷ്യൂനട്ട്, ബദാം, കാഷ്യൂനട്ട് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ബദാം, കാഷ്യൂനട്ട് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കണം.